Welcome to Plus 2 Mathematics, Chapter 10, Vector Algebra. Product of two vectors le രണ്ടാമത്തെ ടൈപ്പ് പ്രോഡക്റ്റ് ആണ് അടുത്തത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ക്രോസ് പ്രോഡക്റ്റിനെ നമുക്ക് വേറൊരു പേരിലും വിളിക്കാം വെക്ടർ പ്രോഡക്റ്റ്. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിരിക്കും. നേരത്തെ സ്കെയിലാർ പ്രോഡക്റ്റിലെ രണ്ട് വെക്ടേഴ്സ് സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ, അതായത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒരു സ്കെയിലർ ആണ്, ഒരു നമ്പർ ആണ്. അതെങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ അതേ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, പക്ഷെ ക്രോസ് പ്രോഡക്റ്റ്. രണ്ട് വെക്ടേഴ്സ് ക്രോസ് ആയിട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു വെക്ടർ ആയിരിക്കും. എ ക്രോസ് ബി, ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്. നമ്മൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റ എന്നുള്ളൊരു ഡെഫിനേഷൻ പഠിച്ചിരുന്നു. അതേപോലെ ഇതിനും ഒരു ഡെഫിനേഷൻ ഉണ്ട്. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം മോഡുലസ് എ എന്ന് പറഞ്ഞാൽ എയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്, മോഡുലസ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. നേരത്തെ കോസ് തീറ്റ ആയിരുന്നു സ്കെയിലാർ പ്രൊഡക്റ്റില്, ഇത് സൈൻ തീറ്റ എന്ന ക്രോസ് പ്രൊഡക്റ്റില് സൈൻ തീറ്റ ആവുന്നു. പക്ഷെ എന്നിട്ടും ഇത് നമുക്ക് റിസൾട്ട് നോക്കുമ്പോൾ ഇതൊരു നമ്പർ, ഇതൊരു നമ്പർ, ഇതൊരു നമ്പർ, ഈ മൂന്ന് നമ്പറുടെ ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു നമ്പർ കിട്ടും അല്ലെ. വെക്ടർ ആയില്ല. നമ്മൾ പറയുന്നത് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിരിക്കും എന്നാണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു എൻ വെക്ടർ കൂടെയുണ്ട്. എൻ വെക്ടർ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ പ്രത്യേകത. എൻ ക്യാപ്പ് ആണ് എഴുതിയത്. ആ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് ഏത് വെക്ടറിനാണ്? അത് യൂണിറ്റ് വെക്ടറിനാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. യൂണിറ്റ് വെക്ടർ ആണ്. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എ ക്രോസ് ബിയുടെ ഡെഫിനിഷൻ ഇതാണ്. മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ എൻ വെക്ടർ. എൻ വെക്ടറിന്റെ ഡയറക്ഷൻ ആയിരിക്കും എ ക്രോസ് ബി എന്ന വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എ ക്രോസ് ബി നമുക്കൊരു വെക്ടർ കിട്ടുമെന്ന് പറഞ്ഞു. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും, ഡയറക്ഷനും ഉണ്ടാകും കിട്ടുന്ന വെക്ടറിന്. അപ്പൊ കിട്ടുന്ന വെക്ടർ ആണ് ഈ കാണുന്നത്. അപ്പം ഇതിന് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ പറഞ്ഞ മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ. അതിനോട് എല്ലാം നമ്പേഴ്സ് കിട്ടും, അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു നമ്പർ, അതാണ് ഈ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതൊരു ഡയറക്ഷൻ ആണ്. ഒരു വെക്ടർ ആക്കാൻ വേണ്ടി നമ്മളൊരു എൻ വെക്ടർ കൊടുത്തു. എൻ ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബോത്ത് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ both perpendicular to n is a unit vector. N is a unit vector which is perpendicular to both A and B. എക്കും ബിക്കും ഒരേപോലെ പെർപെൻഡിക്കുലർ ആയി വരുന്ന ഒരു യൂണിറ്റ് വെക്ടർ ആണ് n. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ക്രോസ് പ്രോഡക്റ്റിൽ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് വരച്ചു നോക്കുന്നത്? എ ക്രോസ് ബി, രണ്ട് വെക്ടേഴ്സ്. എ എന്നൊരു വെക്ടർ, ഡയറക്ഷൻ ഒക്കെ കൊടുക്കാം. എ, അതുപോലെ ബി എന്ന വെക്ടർ കൂടെ വരയ്ക്കണം. ബി എന്ന വെക്ടർ, ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. രണ്ട് വെക്ടേഴ്സ്, ഇതിനിടയിലുള്ള ആംഗിൾ എന്ത് പറയുന്നു? ആംഗിൾ തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എ ക്രോസ് ബിയുടെ ഡെഫിനിഷൻ പറഞ്ഞു. മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ എൻ, വേറെ എൻ ഈസ് ദ യൂണിറ്റ് വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പൊ ഇത് കാണുമ്പോഴേ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ആണ്. നമ്മൾ റിസൾട്ട് കിട്ടുന്ന വെക്ടറിന്റെ, ആ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ എൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പെർപെൻഡിക്കുലർ, എക്കും പെർപെൻഡിക്കുലർ ആവണം, ബിക്കും പെർപെൻഡിക്കുലർ ആവണം. അപ്പൊ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇത് എക്കും ഇവിടെയും എ എന്ന വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ ബി എന്ന വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സിനും ഒരേപോലെ പെർപെൻഡിക്കുലർ ആയ ഒരു വെക്ടർ ആണ് എൻ. അത് തന്നെയാണ് എന്തും ഡയറക്ഷൻ. എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ, എ ക്രോസ് ബി ഇസ് ദ വെക്ടർ പെർപെൻഡിക്കുലർ ടു both A and B. ക്രോസ് ബിയുടെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണിത്. അതായത് എയും ബിയും രണ്ട് വെക്ടേഴ്സ്, എയും ബിയും രണ്ട് വെക്ടേഴ്സ്. അതുപോലെ അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി, സി എന്ന് റിപ്രസെന്റ് ചെയ്യുന്നത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ഇസ് ബോത്ത് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്. അതിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ.
അപ്പൊ നമുക്ക് അതിന്റെ എങ്ങോട്ട് ബി ക്രോസ് എ എടുത്താലും എ ക്രോസ് ബി എടുത്താലും അതിന്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കാം. എ ക്രോസ് ബി ക്രോസ് എയുടെ നെഗറ്റീവ് ആണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കും, അതുപോലെ ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുമാണ്. അപ്പൊ എങ്ങനെ ഇരുന്നാലും നമുക്ക് ഇങ്ങനെ പറയാം, എ ക്രോസ് ബി ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഇവിടെ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളും നമുക്ക് ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തോന്നും, പക്ഷെ 90 ഡിഗ്രി ആണോ നിർബന്ധമല്ല. ഇവിടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈസ് ബോത്ത് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അതുപോലെ ഇത് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ ഫിസിക്സിൽ കേട്ടിട്ടുണ്ടാവും. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ, രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മൂന്നാമത് പറയുന്ന വെക്ടർ. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു ഡയറക്ഷൻ, അതുപോലെ ഇങ്ങോട്ടേക്കും വെക്ടർ ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഇനി നമുക്ക് വെക്ടർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് വെക്ടർ പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഈ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്നാണ്. നമ്മളിപ്പോ വിഷ്വലൈസേഷനിൽ കണ്ടത്, ജോമെട്രിക്കൽ ഇന്റർപ്രിറ്റേഷനിൽ കണ്ടത് എ ക്രോസ് ബിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ബി ക്രോസ് എ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഇതല്ല എംപ്ലൈ ചെയ്യുന്നത്. നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഇംപ്ലൈസ് ദാറ്റ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ്. പക്ഷേ എ ക്രോസ് ബി എന്ന് പറയുന്നത് മൈനസ് ബി ക്രോസ് എ ആണ്. ഡയറക്ഷൻ മാത്രം ജസ്റ്റ് ഓപ്പോസിറ്റ് ദാറ്റ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി വെക്ടർ പ്രോഡക്റ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഇത് അസോസിയേറ്റീവ് അല്ല. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? എ ക്രോസ് ബി ക്രോസ് സി, അതായത് എയും ബിയും ആദ്യം ചെയ്യും. അതെന്ന് പറയുന്നത് എ ക്രോസ് ബി ക്രോസ് സി, ബിയും സിയും കൂടി ചെയ്തിട്ട് എയുമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് അല്ല എന്നാണ് പറയുന്നത്. എ ക്രോസ് ബി ക്രോസ് സി നോട്ട് ഈക്വൽ ടു എ ക്രോസ് ബി ക്രോസ് സി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ സ്കെയിലാർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടിയിൽ ആംഗിൾ പറഞ്ഞു. എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ കോസ് 90 0 ആകുന്നു. അപ്പം എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ എ ഡോട്ട് ബി ഈക്വൽ ടു 0, സ്കെയിലാർ പ്രോഡക്റ്റ് 0 ആകുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ ആണ്. അപ്പൊ തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ആ സൈൻ തീറ്റ 0 ആകുന്നത്. ഒന്ന് എഴുതി നോക്കാം റഫായിട്ട്. എ ക്രോസ് ബിയുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ വെക്ടർ. ഇവിടെ ഈ തീറ്റ എന്ന് പറയുന്നത് 0 ആകുമ്പോഴാണ് ഈ മൊത്തത്തിൽ എഴുതുന്ന 0 ആയി പോകുന്നത്. സൈൻ 0യുടെ വാല്യൂ 0 അല്ലെ. അപ്പൊ ഇത് മൊത്തം 0 ആകും. ഈ ആംഗിൾ 0 എന്ന് ഉദ്ദേശിക്കുന്നത് എയും ബിയും പാരലൽ വെക്ടേഴ്സ് ആകുമ്പോഴാണ്. അപ്പൊ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0, ഡോട്ട് പ്രോഡക്റ്റ് ആണ് 0. പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും 0 എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയാം, ടു നോൺ സീറോ വെക്ടേഴ്സ് ആർ പാരലൽ. ടു നോൺ സീറോ വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ പാരലൽ. എ ആൻഡ് ബി ആർ പാരലൽ if and only if a cross b equal to 0. നാലാമത്തെ പ്രോപ്പർട്ടി, if m is a scalar and a b are vectors then m into, നമ്മൾ നേരത്തെ പറഞ്ഞു m ഒരു സ്കെയിലർ ആണ് എങ്കിൽ ആ എമ്മിനെ ഡോട്ട് പ്രോഡക്റ്റിന്റെ എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്ന് സ്കെയിലാർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിരുന്നു. അതേപോലെ വെക്ടർ പ്രോഡക്റ്റ്, അതായത് ക്രോസ് പ്രോഡക്റ്റിന്റെയിലും നമുക്കൊരു എം എന്ന് പറയുന്ന സ്കെയിലറിനെ ആദ്യം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബിയുടെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടിലും എം പുറത്തെടുത്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്താലും ഇത് ഈക്വൽ ആയിരിക്കും എന്നതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. അഞ്ചാമത്തെ പ്രോപ്പർട്ടി, വെക്ടർ പ്രോഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ വെക്ടർ അഡിഷൻ. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിലും പഠിച്ചതാണ്. അതായത് എ ക്രോസ് ബി പ്ലസ് സി. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ക്രോസ് പ്രോഡക്റ്റ് ഈ ബിക്കും സിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് മീനിങ്. എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി. ബ്രാക്കറ്റ് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് അഞ്ചാമത്തെ പ്രോപ്പർട്ടി. അപ്പൊ 5 പ്രോപ്പർട്ടീസ് ആണ് വെക്ടർ ക്രോസ് പ്രോഡക്റ്റിനുള്ളത്. അടുത്ത സെക്ഷൻ ഓർത്തോനോമൽ വെക്ടർ ട്രയഡ്.
അപ്പൊ ഈ ഐ ജെ കെ തന്നെയാണ് ഈ ഫോം ചെയ്യുന്നത് ഓർത്തോനോർമൽ വെക്ടർ ട്രയാഡ്. എന്തുകൊണ്ട് അങ്ങനെ ഓർത്തോനോർമൽ വെക്ടർ ട്രയാഡ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ ഓർത്തോനോർമൽ വെക്ടർ ട്രയാഡ് എന്ന് വിളിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഐ ജെ കെ ഈ 3 വെക്ടേഴ്സിനെ നമുക്ക് അറിയാം. എങ്ങനെയാണ് അത് ഡെഫിനിഷൻ പറഞ്ഞത് ആദ്യമേ പഠിച്ചതാണ്. 3 ആക്സിസ് എക്സ് വൈ ഇസെറ്റ്. ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസെറ്റ്. എക്സ് ആക്സിസിൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് ആ എക്സ് ആക്സിസിലേക്ക് കിടക്കുന്ന വെക്ടർ ആണ് ഐ എന്ന് പറയുന്നത്. അതുപോലെ ഐ ക്യാപ്പ് ആണ് യൂണിറ്റ് വെക്ടർ. വൈ ആക്സിസിൽ കിടക്കുന്ന യൂണിറ്റ് ലെങ്ത് ഉള്ള, അതായത് 1 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു വെക്ടർ ആണ് ജെ. അതുപോലെ ഇസെഡ് ആക്സിസിലാണ് കെ കിടക്കുന്നത്. കെയും യൂണിറ്റ് വെക്ടർ ആണ്. ഇതിന്റെ ഡയറക്ഷൻ ഒക്കെ നമുക്ക് അറിയാമായിരുന്നു, ഇത് ഒറിജിൻ. അപ്പൊ ഇനി ഐ ക്രോസ് ജെ ഒന്ന് നോക്കാം. ഐ ക്രോസ് ജെ എന്തായിരിക്കും? ഐ ക്രോസ് ജെ, ഐ ക്രോസ് ജിയുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് പറയാം മോഡുലസ് ഐ മോഡുലസ് ജെ സൈൻ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ. ഐയുടെയും ജെയുടെയും ഇടയിലുള്ള ആംഗിൾ ഏതാണ്? 90 ഡിഗ്രി ആണ്, അല്ലെ? 3 ആക്സിസും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ സൈൻ 90 ഇൻറ്റു ഒരു എണ്ണം ഉണ്ട് ലാസ്റ്റ്, എൻ വെക്ടർ, യൂണിറ്റ് എൻ വെക്ടർ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഐ മോഡുലസ് ഐയുടേത് 1, ജെയും 1, സൈൻ 90യും 1 ആണ്. അപ്പൊ ലാസ്റ്റ് ഒരു എൻ വെക്ടർ മാത്രം നമുക്ക് കിട്ടും, അല്ലെ? ഈ എൻ വെക്ടറിന്റെ ഡയറക്ഷൻ പറഞ്ഞു, ബോത്ത് പെർപെൻഡിക്കുലർ ടു ഐ ആൻഡ് ജെ, യൂണിറ്റ് വെക്ടർ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എൻ ഈസ് ദ യൂണിറ്റ് വെക്ടർ ബോത്ത് പെർപെൻഡിക്കുലർ ടു ഐ ആൻഡ് ജെ. ഐക്കും ജെക്കും പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്ന, രണ്ടുപേർക്ക് ഒരേപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്ന യൂണിറ്റ് വെക്ടർ, അത് കെ അല്ലേ? ഈ കേസിൽ കെ ആണ്, അല്ലെ? വെക്ടർ കെ. അപ്പൊ നമുക്ക് പറയാം ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ ആണെന്ന് പറയാം. ഇതേപോലെ നമുക്ക് തിരിച്ച് ഈ ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് പോലെ ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ പറയാം. അപ്പൊ ഇവിടെ നിന്ന് ഒരെണ്ണം കൂടെ ഉണ്ട്, ഐ ക്രോസ് കെ. ഐ ക്രോസ് കെ പറയുന്നതിന് മുൻപ് ഈ ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ഇതിനെ തിരിച്ചിടുന്നു, ജെ ക്രോസ് ഐ എഴുതുന്നു. നമുക്കറിയാമായിരുന്നു ഇതിന്റെ മൈനസ് ആയിരിക്കും, അല്ലെ? ഐ ക്രോസ് ജെയുടെ മൈനസ് ആണ്, നെഗറ്റീവ് ആണ് ജെ ക്രോസ് ഐ. അപ്പൊ ഇതിന്റെ ആൻസർ മൈനസ് കെ. അതുപോലെ ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ആയതുകൊണ്ട് കെ ക്രോസ് ജെ എന്തായിരിക്കും? അത് മൈനസ് ഐ ആയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ഈ മൈനസ് ആണോ പ്ലസ് ആണോ എന്നൊക്കെ തിരിച്ചറിയുന്നത്? അപ്പൊ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഐ ജെ കെ എന്ന് ഇങ്ങനെ നീളത്തിൽ എഴുതുക, ഈ ഒരു ഡയറക്ഷൻ കീപ്പ് ചെയ്യുക. ഐ ക്രോസ് ജെ ആണെങ്കിൽ കെ, ജെ ക്രോസ് കെ ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് വെക്ടേഴ്സ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഐ ക്രോസ് ജെ, ഐ കഴിഞ്ഞിട്ടുള്ള ജെ, അല്ലെ? ആ ഡയറക്ഷനിൽ ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ. തിരിച്ചു വന്നു ജെ ക്രോസ് ഐ, ജെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എടുത്തത്, ഇങ്ങോട്ടേക്ക് എടുത്തപ്പോൾ അതിന്റെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. റൈറ്റിലേക്ക് പോകും തോറും പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് എന്ന് ഓർത്താൽ മതി. ജെ ക്രോസ് കെ ഇസ് ഈക്വൽ ടു ഐ. അങ്ങനെയാണെങ്കിൽ ഐയും കെയും കൂടി നമ്മൾ എങ്ങനെ പറയും? ഐ ക്രോസ് കെ എന്ന് പറയുമ്പോൾ ഐ ക്രോസ് കെ അല്ല, കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് വരണം? കെ കഴിഞ്ഞ് വീണ്ടും ഐയിലേക്കാണ് വരേണ്ടത്. കെ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു പോസിറ്റീവ്. കെ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആണ് ജെ. ആ ഡയറക്ഷൻ അങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്. ഐ ക്രോസ് തൊട്ടടുത്ത ആളിലേക്കാണ് വലത്തോട്ടേക്ക് പോകുന്നത്. ഐ കഴിഞ്ഞിട്ട് വലത്തെ ആണ് എങ്കിലും തൊട്ടടുത്ത ആളല്ല കെ. ഐ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചാ പോകുന്നത്. അപ്പൊ കെ കഴിഞ്ഞിട്ടാണ്, കെ ക്രോസ് ഐ ആണ് പോസിറ്റീവ് വരുന്നത്. തിരിച്ച് ഐ ക്രോസ് കെ എടുക്കുമ്പോൾ മൈനസ് ജെ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ കീപ്പ് ഇൻ മൈൻഡ്. ഈ ഒരു ഐ ജെ കെ 3 വെക്ടേഴ്സിനെ നമ്മൾ ഓർത്തോ നോർമൽ വെക്ടേഴ്സ് എന്ന് പറയും. നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ആണ് നോർമൽ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇത് ഇത്രയും എഴുതി വെക്കുക. ഈ ഒരു ആക്സിസ് വരയ്ക്കണം. ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞ ഡെഫിനേഷൻ എഴുതുക, എങ്ങനെയാണത് കെ വന്നത്, അതുപോലെ ഈ ഒരു 6 റിസൾട്ട് ബോക്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എഴുതാം ഐ ജെ കെ ഫോംസ് എ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം, so it is known as orthonormal vector triad. Remark 1.
ഒന്നാമത്തെ റിമാർക്കായിട്ട് നമുക്കറിയാം ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ രണ്ട് വാല്യൂസ് ആണ്, ആംഗിൾസ് ആണ്. രണ്ട് ഡോട്ട് പ്രോഡക്റ്റിലും ക്രോസ് പ്രോഡക്റ്റിലും നമ്മൾ കണ്ടു. അപ്പൊ അതിനകത്ത് നിന്ന് കോസ് തീറ്റ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ മോഡുലസ് ബി. അപ്പൊ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് വെച്ചും പറയാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ മോഡുലസ് ബി. അപ്പൊ എ ക്രോസ് ബിയുടെ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ ഇൻറ്റു എ വെക്ടർ എൻ. എൻ ഇസ് ദ വെക്ടർ ബോത്ത് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അപ്പൊ ഇവിടെ നമുക്കൊരു എൻ വെക്ടറിനെ കാണുവാനല്ലോ അല്ലെ. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ മോഡുലസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ എന്നും കൂടി ഉണ്ട്. അപ്പൊ എന്നിനെ അങ്ങ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മോഡുലസ് കൊടുക്കുന്നു. കാര്യം എന്നിനെ കളയണം. കാര്യം നമ്മുടെ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ ആണ്, ഒരു നമ്പർ ആണ്. അപ്പം അതിനെ ഒരു മോഡുലസ് കൊടുത്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി നമുക്ക്. അപ്പൊ എൻ അങ്ങ് പോകും. അപ്പൊ മോഡുലസ് എ ക്രോസ് ബി ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി സൈൻ തീറ്റ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡുലസ് എ മോഡുലസ് ബി. അടുത്ത സെക്ഷൻ വെക്ടർ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ്. അപ്പൊ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് സ്കെയിലാർ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ് പഠിച്ചതാണ്. അതായത് രണ്ട് വെക്ടേഴ്സ് a1i പ്ലസ് a2j പ്ലസ് a3k ആൻഡ് b is equal to b1i പ്ലസ് b2j പ്ലസ് b3k അങ്ങനെ തന്നാൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 എന്നാണ്. അപ്പൊ അതേപോലെ വെക്ടർ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് റെക്ടാങ്കുലർ കമ്പോണൻസിൽ നിന്നും ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ നോക്കുന്നത്. രണ്ട് വെക്ടേഴ്സ് റെക്ടാങ്കുലർ കമ്പോണൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്താൽ a1i പ്ലസ് a2j പ്ലസ് a3k എന്നുള്ളത് വെക്ടർ എയും b1i പ്ലസ് b2j പ്ലസ് b3k എന്നുള്ളത് വെക്ടർ ബിയും ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ മെത്തേഡ് മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ അറിയാം. ആ സൈൻ തീറ്റ പക്ഷേ കണ്ടുപിടിക്കേണ്ടി വരും. അതല്ലാതെ റെക്ടാങ്കുലർ കമ്പോണൻസ് മാത്രം തന്നിരുന്നാൽ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? നമ്മൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആണ് എഴുതുന്നത്. ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ i j k, സെക്കൻഡ് റോ ഈ സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്ന വെക്ടറിന്റെ കമ്പോണൻസ് എ ആണ് ആദ്യം കിടക്കുന്നത്. അതിന്റെ വെക്ടർ കമ്പോണൻസ് എന്ന് വെച്ചാൽ സ്കെയിലാർ കമ്പോണൻസ് എന്ന് വെച്ചാൽ a1 a2 a3 a1 a2 a3. അതുപോലെ ലാസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കിടക്കുന്ന വെക്ടറിന്റെ റെക്ടാങ്കുലർ കമ്പോണൻസ് ദാറ്റ് ഇസ് b1 b2 b3. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കാം, ഇതിന്റെ റോസ് മാറിപ്പോകരുത്. റോസ് മാറിപ്പോയാൽ അതിന്റെ വാല്യൂ നെഗറ്റീവ് ആകും, ബി ക്രോസ് എ ആയി മാറും. അപ്പം ഇവിടെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഫസ്റ്റ് വെക്ടറിന്റെ റെക്ടാങ്കുലർ കമ്പോണൻസ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇതാണ് വെക്ടർ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ്. ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വെക്ടർ പ്രോഡക്റ്റ്, അതാണ് അടുത്ത സെക്ഷൻ. നമ്മളിത് കണ്ടു കഴിഞ്ഞു. ഇതിന് ജോമെട്രിക്കൽ മീനിങ് എന്താണ്? രണ്ട് വെക്ടേഴ്സിന്റെ എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിന് രണ്ടിനും ഒരേപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു വെക്ടറാണ് എ ക്രോസ് ബി എന്ന്. എ ക്രോസ് ബിക്ക് രണ്ട് മൂന്ന് മീനിങ് ഉണ്ട്. അതായത് നമുക്കൊരു പാരലോഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ് എയും ബിയും എങ്കിൽ ഒരെണ്ണം എ വെക്ടർ എ ഒരെണ്ണം വെക്ടർ ബി ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഡയഗണൽ എ പ്ലസ് ബി ആണ് എന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പം അതിനകത്ത് നിന്ന് ഈ ഒരു പാരലോഗ്രാമിന് രണ്ട് സൈഡ് എയും ബിയും ആയി പറയാമെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും എ ക്രോസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി, അതായത് മോഡുലസ് എ ക്രോസ് ബി ആയിരിക്കും ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം. ഇതൊരു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇതിന്റെ പ്രൂഫ് ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്. നമുക്ക് പ്രൂഫ് ഒന്നും പഠിക്കാനില്ല, അതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. മോഡുലസ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം, ഏരിയ ഓഫ് ദ പാരലോഗ്രാം. അതേപോലെ 1/2 ഇതിന്റെ പകുതി, ഈ ഏരിയ ഓഫ് ദ പാരലോഗ്രാമിന്റെ എ ക്രോസ് ബിയുടെ പകുതിയാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് ദ സൈഡ്സ് എ ആൻഡ് ബി. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിന്റെ രണ്ട് സൈഡ് നമ്മൾക്ക് മാർക്ക് ചെയ്യാം. എയും ബിയും, ഇത് എയും ഇത് ബിയും ആണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും രണ്ട് സൈഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്
ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 1/2 മോഡുലസ് എ ക്രോസ് ബി ആയിരിക്കും. ഇതും ഒരു രണ്ടാമത്തെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്, ഇതിന്റെ മീനിങ് ആണ്. അപ്പൊ നമുക്ക് പ്രോബ്ലം വരുന്നത് എങ്ങനെയായിരിക്കും? ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് എയും ബിയും ആണെങ്കിൽ അതിന്റെ ഏരിയ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ എ ക്രോസ് ബി കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ മോഡുലസ് എടുക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. അതേപോലെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് എയും ബിയും തന്നിട്ട് അതിന്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. മൂന്നാമത് ഒരു ഇന്റർപ്രിട്ടേഷനും കൂടിയുണ്ട്, ഏരിയ ഓഫ് ദ പാരലോഗ്രാം വിത്ത് ഡയഗണൽസ് എ ആൻഡ് ബി. പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ്, പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് നമുക്ക് തന്നിരിക്കുന്ന എയും ബിയും എങ്കിൽ അതിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ അത് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് വഴി പറയാൻ പറ്റും. ഡയഗണൽസ് രണ്ട് ഡയഗണൽസ് ഉണ്ടാവും അല്ലെ, ഒരു പാരലോഗ്രാമിന് രണ്ട് ഡയഗണൽസ് ഉണ്ടാകും. ആ രണ്ട് ഡയഗണൽസ് ആണ് എയും ബിയും എങ്കിൽ എ ദിസ് വൺ ഈസ് ബി. അങ്ങനെ എയും ബിയും തന്നിരുന്നാൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 മോഡുലസ് എ ക്രോസ് ബി. ഈ മോഡുലസ് എടുക്കുന്നത് കൊണ്ട് ഡയറക്ഷൻ അങ്ങോട്ട്, ഡയഗണൽസിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ അത് പ്രശ്നമില്ല. അത് ഏരിയ ഓഫ് ദ പാരലോഗ്രാം വിത്ത് ഡയഗണൽസ് എ ആൻഡ് ബി ഈസ് 1/2 മോഡുലസ് എ ക്രോസ് ബി. അതുപോലെ ഏരിയ ഓഫ് ദ triangle with adjacent side a and b are is also 1/2 into modulus a cross b. അടുത്ത പ്രോബ്ലംസ് ആണ് എക്സസൈസ് 10.4. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ക്രോസ് പ്രോഡക്റ്റിന്റെ തിയറി പാർട്ട് നല്ലതുപോലെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫൈൻഡ് എ ക്രോസ് ബി മോഡുലസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് മോഡുലസ് എ ക്രോസ് ബി if a is equal to ഒരു വെക്ടർ, b is equal to another വെക്ടർ. എയും ബിയും രണ്ട് വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റിന്റെ മോഡുലസ്, അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് നമുക്കൊരു വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. ആ വെക്ടറിന്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്തു നോക്കാം. എയും ബിയും തന്നിട്ടുണ്ട്, എ ക്രോസ് ബിയുടെ മോഡുലസ്. അപ്പൊ നമുക്ക് ആദ്യം എ ക്രോസ് ബി കണ്ടു നോക്കാം. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി ഈ ഒരു കമ്പോണന്റ് ഫോമിൽ എയും ബിയും തന്നിരുന്നാൽ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു. ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആയിരിക്കും. ഡിറ്റർമിനന്റിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് i j k ആണ്. സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഈ എ ഏതാണോ അതിന്റെ കമ്പോണൻസ്. ഇവിടുത്തെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 1 - 7 + 7, 1 - 7 + 7. ഓക്കെ, അടുത്ത ലാസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വെക്ടർ ബി ഏതാണോ അതിന്റെ കമ്പോണൻസ് ആണ്. ഇവിടെ 3 - 2 + 2, 3 - 2 + 2. അപ്പൊ ഇതിനെ നമുക്ക് ഡിറ്റർമിനന്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഐയിലും ജെയിലും കെയിലും ഒക്കെ ഒരു സംഭവം കിട്ടും. അത് വെക്ടർ ആണ്, അതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് എവാലുവേറ്റ് ചെയ്ത് എഴുതാം, അതായത് ഡിറ്റർമിനന്റിന്റെ വാല്യൂ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിച്ചെഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു i ഇൻറ്റു, അപ്പൊ നമുക്ക് ആദ്യം അറിയാം ഈ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ എടുക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു റോ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്യുക, അത് വാല്യൂവേറ്റ് ചെയ്യാൻ അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ i j k ഫസ്റ്റ് റോയിൽ കിടക്കുന്നത് കൊണ്ട് ആ i j k എന്ന ഫസ്റ്റ് റോ സെലക്ട് ചെയ്ത് എടുത്ത് ചെയ്യാം. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ഒരേ വാല്യൂ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്യുന്നു, i ഇൻറ്റു i ഉള്ള റോയും കോളവും മാറ്റി -7 × 2 -14 minus 7 × -2 is -14 again, -14 + 14. ഓക്കെ, അടുത്തത് -j ഇൻറ്റു j ഉള്ള റോയും കോളവും മാറ്റി 1 × 2, 2 - 7 × 3 21. ലാസ്റ്റ് ടേം +k ഇൻറ്റു k ഉള്ള റോയും കോളവും മാറ്റി 1 × -2 is -2 -21, it is +21. അപ്പൊ എന്താ വരുന്നത്? ഇവിടെ ഈ -14 +14 0 ആയിപ്പോവും. 0 ആയി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ എഴുതുന്നു -j ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 - 19 that is -2 - 21 that is -19 plus k ഇൻറ്റു 21 - 2 is 19. അപ്പൊ ഇതിന്റെ ആൻസർ 19j + 19k. അപ്പൊ ഇതാണ് നമുക്ക് എ ക്രോസ് ബി എന്ന വെക്ടർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്.
എ ക്രോസ് ബി മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് √0² എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ജെയുടെ കോഎഫിഷ്യന്റ് ആയ 19² പ്ലസ് 19². അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. നമുക്ക് ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലാതെ തന്നെ എളുപ്പത്തിൽ റൂട്ടിനകത്ത് 19² ഒന്ന് കോമൺ എടുക്കാം. 1 + 1 is equal to ഈ 19² റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോൾ 19, റൂട്ടിനകത്ത് 1 + 1 19√2. 19√2 is the answer. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദ വെക്ടർ a + b and a - b where a is equal to 3i plus 2j plus 2k and b is equal to I plus 2j minus 2k. അപ്പൊ എയും ബിയും രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: a + bക്കും a - bക്കും രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ആയി വരുന്ന യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കുക. അപ്പം രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയി വരുന്ന ഒരു വെക്ടർ മനസ്സിൽ കാണുന്ന ഐഡിയ. രണ്ട് വെക്ടർ തന്നിരുന്നു, ആ രണ്ട് വെക്ടറിനും ഒരേപോലെ പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആ തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഈ എക്കും ബിക്കും ഒരേപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടറാണ്. അപ്പൊ നമുക്കിവിടെ ചോദ്യം a + bക്കും a - bക്കും ഒരേപോലെ പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ ഏതാണെന്നാണ്. അപ്പൊ a + b ക്രോസ് a - b അതായിരിക്കും ഈ രണ്ടു പേർക്കും ഒരേപോലെ പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ. അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ a + bക്കും a - bക്കും പെർപെൻഡിക്കുലർ ആയി വരുന്ന യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ രണ്ട് നമുക്ക് a + bക്കും a - bക്കും രണ്ട് പേര് കൊടുക്കാം. ലെറ്റ് c is equal to a + b and d is equal to a - b. അങ്ങനെ രണ്ടിനും പേര് കൊടുത്തു. ഇനി ഇത് വെക്ടർ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. a + b ഏതാണ്? അപ്പൊ 3i plus 2j plus 2k plus I plus 2j minus 2k എന്ന് എഴുതുക. രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. 3 + 1 ഐയുടെ ടേം 3 + 1 4i plus 2j plus 2j that is 4j plus 2k minus 2k 0 ആയി പോവും. 0k അത് എഴുതണ്ട. അതുപോലെ a - b എന്ന് പറയുമ്പം 3i minus i 2i 2j minus 2j plus 0j അത് എഴുതണ്ട. 2k minus 2k that is 4k. അപ്പോൾ ഇത് രണ്ടും നമുക്ക് a + bയും a - b ആക്കി കിട്ടി. അതായത് സിയും ഡിയും കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ബോത്ത് പെർപെൻഡിക്കുലർ ടു a + b ആൻഡ് a - b. അതായത് വെക്ടർ പെർപെൻഡിക്കുലർ, യൂണിറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് സി ആൻഡ് ഡി അല്ലെ. a + b a - b എന്ന് പറഞ്ഞാൽ സിയും ഡിയും ആണ്. വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് സി ആൻഡ് ഡി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ഏത് രണ്ട് വെക്ടേഴ്സും എടുത്തിട്ട് ആ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയി വരുന്ന വെക്ടർ ചോദിച്ചാൽ ആ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും സി ക്രോസ് ഡി ആയിരിക്കും. അപ്പൊ സി ക്രോസ് ഡി ഒന്ന് നോക്കാം. സി ക്രോസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനന്റ് എഴുതുക. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് i j k ആണ്. സെക്കൻഡ് റോ വരുന്നത് 4 ജെയുടേത് സിയുടെ കമ്പോണൻസ് ആണ് എഴുതേണ്ടത്. 4 4 k ഇല്ല 0. ലാസ്റ്റ് വരുന്നത് ഡിയുടെ കമ്പോണന്റ് ആണ്. 2 ജെയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 കൊടുത്തു. k 4. ഓക്കെ, ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. i into 4 × 4 is 16 minus 0 minus j into 16 minus 0 plus k into 0 minus 8. അപ്പോൾ ഇത് വരുന്ന ആൻസർ വരുന്നത് 16i minus 16j minus 8k. ഇതാണ് സി ക്രോസ് ഡിയുടെ ആൻസർ. അതായത് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് സി ആൻഡ് ഡി. നമുക്ക് കാണേണ്ടത് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് സി ആൻഡ് ഡി ആണ്. അപ്പൊ ഇത് എഴുതാം. യൂണിറ്റ് വെക്ടർ നമുക്ക് വെക്ടർ പെർപെൻഡിക്കുലർ ടു സി ആൻഡ് ഡി കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു സി ആൻഡ് ഡി. അതായത് ഒരു വെക്ടറിനെ യൂണിറ്റ് ആക്കണം. നമുക്ക് വെക്ടർ കിട്ടി, അതിനെ യൂണിറ്റ് ആക്കണം.
യൂണിറ്റ് വെക്ടറിനെ യൂണിറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി എന്ന് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. യൂണിറ്റ് വെക്ടർ ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 16i മൈനസ് 16j മൈനസ് 8k എന്നതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 16 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. -8 ആണ്, -16 ആണ്, അത് പ്രശ്നമില്ല. പ്ലസ് 6 പ്ലസ് വരും, സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് പോകും. അപ്പൊ ഇത് ആണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് ഇത് പഠിച്ചതാണ്. സി ക്രോസ് ഡി ഡിവൈഡഡ് ബൈ മോഡുലസ് സി ക്രോസ് ഡി എന്നാണ് ഇക്വേഷൻ വരുന്നത്. അത് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ആ ഒരു മോഡുലസ് കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓരോ ടേമിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, അതിന്റെ മോഡുലസ് വരുന്നത് 24 ആണ്. 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓരോ ടേമിനെയും. ഫൈനൽ ആൻസർ ഈസ് 2/3i മൈനസ് 2/3j മൈനസ് 1/3k. ഓരോ ടേമിനെയും നമുക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് a മൈനസ് b ക്രോസ് a പ്ലസ് b is equal to 2 into a ക്രോസ് b. അപ്പൊ ഇത് നമുക്ക് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ക്രോസ് ഇട്ട് കൊടുത്താൽ മതി. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? a into a പ്ലസ് a into b പ്ലസ് മൈനസ് b into a, അതുപോലെ ഇൻറ്റു പകരം ക്രോസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് a ക്രോസ് a. അപ്പൊ LHS ഷോ ദാറ്റ് ആയതുകൊണ്ട് LHS വെച്ച് തുടങ്ങാം. LHS ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ടേം ഒരു ഒന്നുകൂടി എടുത്ത് എഴുതിയതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. a ക്രോസ് a പ്ലസ് a ക്രോസ് b മൈനസ് b ക്രോസ് a മൈനസ് b ക്രോസ് b is equal to a ക്രോസ് എയുടെ വാല്യൂ മോഡുലസ് a നമ്മൾ പഠിച്ചതാണ്, 0 ആണ് വരുന്നത്. കാര്യം മോഡുലസ് a സൈൻ 0 the angle between same vector is 0. സൈൻ 0 വരുന്നത് കൊണ്ട് 0 വാല്യൂ വരും. ഒന്ന് അതേ വെക്ടറോട് കൂടി ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 0 വരും. അല്ലാതെ തന്നെ നമുക്ക് പറയാം, ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ രണ്ട് റോയും സെയിം ആണെങ്കിൽ, ഫസ്റ്റ് റോ ij k എഴുതും, ബാക്കി 2ഉം 3ഉം മൂന്നാമത്തെ റോ നമുക്ക് സെയിം കമ്പോണൻസ് ആണ് എഴുതാൻ കിട്ടുക അല്ലെ. ഒരു ഡിറ്റർമിനന്റിന്റെ രണ്ട് റോസ് സെയിം ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഏത് രീതി നോക്കിയാലും a ക്രോസ് a 0 ആണ്. 0 പ്ലസ് a ക്രോസ് b അതുപോലെ തന്നെ എഴുതാം. ഇനി മൈനസ് b ക്രോസ് എക്ക് പകരം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് a ക്രോസ് b ആണ്. a ക്രോസ് b is equal to മൈനസ് b ക്രോസ് a എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആ റിസൾട്ട് വെച്ചിട്ട് മൈനസ് b ക്രോസ് a നമുക്ക് പ്ലസ് a ക്രോസ് b എന്ന് എഴുതാം. ഇവിടെ മൈനസ് 0 which is equal to, ഇവിടെ രണ്ട് പ്രാവശ്യം a ക്രോസ് b ഉണ്ട്, 2 into a ക്രോസ് b which is the RHS, right hand side, hence the proof. Fifth question ഇതാണ്, find lambda and mu if 2i plus 6j plus 27k cross i plus lambda j plus mu k is equal to 0. ഇവിടെ k ക്ക് ഒരു ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ i ലാംഡയും mu ഒക്കെ സ്കെയിലേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ലാംഡയുടെയും മ്യൂടെയും വാല്യൂ എത്രയാണെന്നാണ് കാണേണ്ടത്. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഈ ക്രോസ് പ്രോഡക്റ്റിനെ ഡിറ്റർമിനന്റ് വാല്യൂ ആക്കി എഴുതി ഇക്വേറ്റിംഗ് ടു 0 ആക്കാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഈ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ആ രീതിയിലോട്ട് പോകാം. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്, implies that these vectors are parallel. Vectors are പാരലൽ എന്ന് എഴുതാം. പാരലൽ ആണെങ്കിൽ അതിന്റെ കമ്പോണൻസിന്റെ പ്രത്യേകത എന്താണ്? ഈ 2, 6, 27, 1 ലാംഡ മ്യൂവിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? അവർ പ്രൊപ്പോർഷണൽ ആയിരിക്കും. എംപ്ലോയ്സ് their components are, അല്ലെങ്കിൽ സ്കെയിലാർ കമ്പോണൻസ്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. their components are proportional. proportional meaning what? proportional ആയിരിക്കും. അതിന്റെ മീനിങ് എന്താണ്? 2/1, അതായത് ഐയുടെ കമ്പോണൻസ്, ഫസ്റ്റ് കമ്പോണന്റ്, അതായത് ഐയുടെ കോഎഫിഷ്യൻസ് 2/1 എന്ന് പറയുന്നതും 6/λ എന്ന് പറയുന്നതും 27/mu എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ പ്രൊപ്പോർഷണൽ ആണ്. ഈ ഒരു കേസിൽ നമുക്ക് ലാംഡയുടെയും മ്യൂവിന്റെയും വാല്യൂ കാണാം. ഒരിക്കലും ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് ഈക്വൽ ടു സൈൻ ഒരുമിച്ചിട്ട് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ഈക്വൽ സൈൻ എടുക്കുക, അതായത് രണ്ട് ടേംസ് എടുക്കുക, എന്നിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് ഫസ്റ്റ് രണ്ട് ടേംസ് നമുക്ക് ഒരുമിച്ച് എടുക്കുമ്പോൾ implies 2/1 is equal to 6/λ. അപ്പൊ ഇതിനകത്ത് നിന്ന് എന്ത് എഴുതാം?
6 is equal to, lambda is equal to 6 by 2, which is equal to 3. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും കൂടി എടുക്കാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി എടുക്കാം. ഇത് ലാംഡയുടെ വാല്യൂ കിട്ടിയത് കൊണ്ട് നമുക്ക് ചെയ്യാം, അതിട്ട് ചെയ്യാം, പ്രശ്നമില്ല. എന്നാലും അതിട്ട് തന്നെ ചെയ്യുമ്പോൾ 2 തന്നെ കിട്ടും. 2 by 1 is equal to, അടുത്ത രണ്ട് ടേം എടുക്കുന്നു. 2 by 1 is equal to 27 by mu. അതിട്ട് ചെയ്യുമ്പോൾ മ്യൂവിന്റെ വാല്യൂ എത്ര വരുന്നു? 27 by 2 എന്ന് വരുന്നു. ഓക്കെ, അപ്പൊ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. ഈ ഒരു രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡിറ്റർമിനന്റ് ഫോമിലും ഈ പ്രോബ്ലം ചെയ്യാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാനുള്ളത്. ഗിവൻ ദാറ്റ് എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആൻഡ് എ ക്രോസ് ബി ഈക്വൽ ടു 0. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 ആൻഡ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0. വാട്ട് ക്യാൻ യു കൺക്ലൂഡ് അബൌട്ട് ദ വെക്ടേഴ്സ് എ ആൻഡ് ബി? ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് എന്നിട്ട് അവരുടെ രണ്ട് രീതിയിൽ പ്രോഡക്റ്റ് എടുത്താലും 0 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വെക്ടേഴ്സിനെ പറ്റി എന്ത് പറയാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം, അല്ലെ? അല്ലെ സർ, എ ഡോട്ട് ബി ഈക്വൽ ടു 0 നമ്മൾ പഠിച്ചതാണ്. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. എ ക്രോസ് ബി 0 ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് എന്താണെന്ന് പറയാം? പാരലൽ ആണെന്ന് പറയാം. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് ഒരേ സമയം ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടീഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ്. രണ്ട് വെക്ടേഴ്സ് ഒരേ സമയം പാരലലും പെർപെൻഡിക്കുലറും ആകില്ല, അല്ലെ? രണ്ട് വെക്ടേഴ്സ് ഒന്നുകിൽ പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഡയറക്ഷനിലായിരിക്കും. അതിന്റെ ആംഗിൾ ബിറ്റ്വീൻ ദം തീറ്റ അങ്ങനെയുള്ള ആംഗിൾ ഉണ്ടാകും. അപ്പൊ എന്തായാലും ഇത് രണ്ടും ഒരേപോലെ ഹാപ്പൻ ചെയ്യില്ല, രണ്ടും ഒരേ സമയം സംഭവിക്കില്ല. ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, മോഡുലസ് എയും മോഡുലസ് ബി, അല്ലെ ഏതെങ്കിലും ഒരു വെക്ടർ എയോ ബിയോ ഏതെങ്കിലും ഒരു വെക്ടർ 0 ആയിരിക്കണം. 0 വെക്ടർ ആണെങ്കിൽ മാത്രമേ ഈ രണ്ട് കണ്ടീഷനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാം. വാട്ട് ക്യാൻ യു കൺക്ലൂഡ് അബൌട്ട് ദ വെക്ടേഴ്സ് എ ആൻഡ് ബി എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എയ്തർ എ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എയ്തർ വെക്ടർ എ ഈക്വൽ ടു 0 വെക്ടർ എന്ന് എഴുതണം, ഓർ ബി ഈക്വൽ ടു വെക്ടർ ബി ഈക്വൽ ടു 0 വെക്ടർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത്. ലെറ്റ് ദ വെക്ടേഴ്സ് എ ബി സി ബി ഗിവൻ ആസ് a1i plus a2j plus a3k, b1i plus b2j plus b3k, c1i plus c2j plus c3k കമ്പോണന്റ് ഫോമിൽ 3 വെക്ടേഴ്സ് തന്നിരിക്കുന്നു. Then show that a cross b plus c is equal to a cross b plus a cross c. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ എന്നൊരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. ക്രോസ് പ്രോഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ. ദാറ്റ് ഈസ് a cross b. a എന്ന് പറയുന്ന വെക്ടർ ബിക്കും സിയും മായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നു, ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോപ്പർട്ടി. ഇത് കമ്പോണന്റ് ഫോമിൽ എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ LHS നമുക്ക് എഴുതാം. LHS എന്ന് പറയുന്നത് എ ക്രോസ് ബി പ്ലസ് സി എന്നാണ്, അല്ലെ? ബി പ്ലസ് സി. ഇത് നമുക്ക് കമ്പോണന്റ് ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? എ ക്രോസ് ബി പ്ലസ് സി. ബി പ്ലസ് സി എയുടെ കമ്പോണന്റ് ഫോം a1i പ്ലസ് a2j പ്ലസ് a3k. അപ്പൊ ആ രീതിയിലൊന്ന് എഴുതി നോക്കാം. അപ്പൊ എ എന്ന് പറയുന്നതിന്റെ കമ്പോണന്റ് ഫോം ആണ് നമ്മൾ എഴുതുന്നത്. a1i പ്ലസ് a2j പ്ലസ് a3k ക്രോസ് ബിയും സിയും കൂടി ആഡ് ചെയ്ത് എഴുതിയേക്കുന്നു. അപ്പം b1 പ്ലസ് c1 ഇൻറ്റു ഐ ഒരുമിച്ചാക്കി എഴുതുവാണ്. b1 പ്ലസ് c1 ഇൻറ്റു ഐ പ്ലസ് b2 പ്ലസ് c2 ഇൻറ്റു ജെ പ്ലസ് b3 പ്ലസ് c3 ഇൻറ്റു കെ. അപ്പൊ അതും നമ്മൾ കമ്പോണന്റ് ഫോമിൽ എഴുതി. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രോഡക്റ്റ് ആക്കി എഴുതുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് എഴുതും. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഐ ജെ കെ ആണ്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെക്ടർ എന്ന് പറഞ്ഞ കമ്പോണന്റ് a1 a2 a3. ലാസ്റ്റ് റോ തേർഡ് റോ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് റോ എന്ന് പറയുന്നത് b1 പ്ലസ് c1 b2 പ്ലസ് c2 b3 പ്ലസ് c3. അപ്പൊ ഈ ഒരു വെക്ടർ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഒരു ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി പ്രകാരം ഈ ലാസ്റ്റ് റോയെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. രണ്ട് ഡിറ്റർമിനന്റ് ആക്കി എഴുതാം. ഒന്നാമത്തെ ഡിറ്റർമിനന്റ് ഐ ജെ കെ a1 a2 a3. ലാസ്റ്റ് റോ നമുക്ക് b1 b2 b3 എന്ന് എഴുതാം. പ്ലസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ a1 a2 a3 c1 c2 c3. അപ്പൊ ലാസ്റ്റ് റോ വെച്ചുകൊണ്ട് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി.
ലാസ്റ്റ് റോ വെച്ച് ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടിയും കൂടി വെച്ച് നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2 ഡിറ്റർമിനന്റ് ആക്കി എഴുതി. അപ്പം ഈ ഫസ്റ്റ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് A ക്രോസ് B ആണ്. ശരിയല്ലേ? A1 A2 A3 ആണ് രണ്ടാമത്തെ റോ. തേർഡ് റോ എന്ന് പറഞ്ഞാൽ B1 B2 B3. അപ്പൊ ഇത് A ക്രോസ് B പ്ലസ് ഈ രണ്ടാമത് എഴുതിയേക്കുന്ന ഡിറ്റർമിനന്റ് A ക്രോസ് C ആണ് അല്ലെ? A ക്രോസ് C. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ റൈറ്റ് സൈഡ് RHS പ്രൂവ് ചെയ്തു. The vector cross product is distributive over addition by the property of determinant ആണ് ഈ ക്വസ്റ്റ്യൻ. 8th question, if either A equal to 0 or B equal to 0, then A cross B equal to 0. Is the converse true? Justify your answer with an example. നമ്മുടെ ചോദ്യം A 0യോ B 0യോ ആണെങ്കിൽ A ക്രോസ് B എന്തായാലും 0 ആയിരിക്കും. പക്ഷേ ഇത് തിരിച്ചു വരുന്നത് ശരിയാണോ? A ക്രോസ് B 0 ആണെങ്കിൽ is it necessary that A equal to 0 or B equal to 0? അങ്ങനെയാണെങ്കിൽ justify your answer with an example. നമ്മൾ പഠിച്ചിട്ടുണ്ട് A ക്രോസ് B equal to 0 ആണെങ്കിൽ Aയും Bയും പാരലൽ ആയിരിക്കും. പാരലൽ വെക്ടേഴ്സ് 0 ആവണമെന്നൊരു നിർബന്ധമില്ല അല്ലെ? 2 പാരലൽ വെക്ടേഴ്സ് എടുത്തിട്ട് പറയാം ഇത് 0 ഒന്നും അല്ല, പക്ഷെ A ക്രോസ് B equal to 0 ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെയാണത് ആൻസർ എഴുതുന്നത്? Let us consider that A cross B equal to 0. We can write the vectors A and B as A is equal to 2i plus 3j plus 4k അല്ലെങ്കിൽ 2i plus 2j plus 2k എല്ലാം 2 വരുന്ന ഒരു 2 കമ്പോണൻസ് ആയിട്ട് വരുന്ന ഒരു വെക്ടർ എഴുതുക. B എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നമ്പർ വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? 2 പാരലൽ വെക്ടേഴ്സ് നമ്മൾ എങ്ങനെ എടുക്കുന്ന? ഒരു വെക്ടറിന്റെ കമ്പോണന്റ് ഇൻറ്റു ഒരു വെക്ടർ ഇൻറ്റു അനദർ സ്കെയിലർ കിട്ടി അടുത്ത വെക്ടർ കിട്ടിയാൽ അത് രണ്ടും പാരലൽ ആയിരിക്കും. ലാംഡ ബിയും പാരലൽ വെക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ A നമുക്ക് 2i plus 2j plus 2k എന്ന് എഴുതാം. Bനെ 4i plus 4j plus 4k എന്ന് എഴുതാം. ഈ രണ്ട് വെക്ടേഴ്സും പാരലൽ ആണ്. A ക്രോസ് B 0 ആണ്, പക്ഷെ ഓരോന്നും 0 അല്ല. അപ്പൊ ഇത് കോൺവേഴ്സ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ എക്സാമ്പിൾ കാണിക്കാം. നെക്സ്റ്റ് 9th question. Find the area of the triangle with vertices A112 B235 C155. അപ്പൊ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണ് തന്നിരിക്കുന്നത്. ABC ABC വെർട്ടിസസ് തന്നിട്ടുണ്ട്, അത് മാർക്ക് ചെയ്യാം. 112 B എന്ന് പറയുന്നത് 235 C എന്ന് പറയുന്നത് 155. അപ്പൊ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈ പാഠത്തിൽ എവിടെയാണ് പഠിച്ചത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് അഡ്ജസന്റ് സൈഡ്സ് A and B is 1/2 മോഡുലസ് A ക്രോസ് B. അപ്പൊ ഈ എയും ബിയും ഏതെങ്കിലും 2 സൈഡ് ആയിരിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഏതെങ്കിലും 2 സൈഡ് എടുക്കാം. ഈ ഇക്വേഷൻ ഇങ്ങനെ മാറാം. ഏരിയ is equal to 1/2 മോഡുലസ് എക്ക് പകരം ഏത് 2 സൈഡും എടുക്കാം. ഒരു ഡയറക്ഷനിൽ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ മോഡുലസ് എടുക്കുന്നതുകൊണ്ട് അതും പ്രശ്നമില്ല. മൈനസ് വന്നാലും നമുക്ക് മോഡുലസ് വാല്യൂ മാത്രമേ കാണൂ. AB ക്രോസ് BC. AC എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തായാലും ഈ ഇക്വേഷൻ എടുക്കുന്നു. 1/2 മോഡുലസ് AB ക്രോസ് BC. ഇനി ABയും BCയും എന്താണെന്ന് നോക്കാം. AB വെക്ടർ ആയിട്ട് എങ്ങനെ പറയാം? നമുക്ക് 2 പോയിന്റ്സ് തന്നിരുന്നാൽ വെക്ടർ ആക്കി നമുക്ക് പറയാൻ പറ്റും. എൻഡ് ചെയ്യുന്ന പോയിന്റ് മൈനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെ? 2 minus 1 that is 1 into I plus 3 minus 1 2j plus 5 minus 2 plus 3j 3k. ഓക്കെ, അടുത്തത് BC ഇതുപോലെ പറയുകയാണെങ്കിൽ 1 minus 2 minus I plus 5 minus 3 plus 2j plus 5 minus 5 0k. ഇനി അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. AB ക്രോസ് BC. ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ I J K, സെക്കൻഡ് റോ 1 2 3, ഫൈനൽ റോ തേർഡ് റോ -1 2 0. ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമുക്കൊരു വെക്ടർ കിട്ടും. വെക്ടറിന്റെ ആൻസർ I into 0 minus 6 minus j into 0 plus 3 plus k into 2 minus -2.
which is equal to minus 6i minus 3j plus 4k. അപ്പോൾ ഇതാണ് നമുക്ക് എ ബി ക്രോസ് ബി സി കിട്ടി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് എ ബി ക്രോസ് ബി സി is equal to root of minus 6 square plus minus 3 square plus 4 square, which is equal to root of 36 plus 9 plus 16. അതിന്റെ ആൻസർ റൂട്ട് ഓഫ് 61. റൂട്ട് ഓഫ് 61 ആണ് അതിന്റെ മോഡുലസ് വന്നത്. ദ റിക്വയർഡ് ഏരിയ ഇക്വേഷൻ പ്രകാരം ഏരിയ എന്താണ്? 1/2 മോഡുലസ് എ ബി ക്രോസ് ബി സി ആണ്. Then final answer is 1/2 root 61 square units. Exercise 10.4 le 10th question. Find the area of the parallelogram whose adjacent sides are determined by the vectors a is equal to I minus j plus 3k and b is equal to 2i minus 7j plus 7k. ഇവിടെ വെക്ടർ ഉണ്ട്. വെക്ടറിന്റെ സിമ്പൽ കൊടുക്കണം. ക്വസ്റ്റ്യനിലുണ്ട് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അവിടെ കമ്പോണന്റ് ഫോമിൽ തന്നിരിക്കുന്നു. അതിന്റെ അഡ്ജസെന്റ് പാരലോഗ്രാമിന്റെ അഡ്ജസെന്റ് സൈഡ് ആണിത്. നമുക്കൊരു പാരലോഗ്രാം വരച്ചു നോക്കാം. വരച്ചിട്ട് അഡ്ജസെന്റ് സൈഡ് എഴുതാം. ഓക്കെ, രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ. അപ്പൊ രണ്ട് സൈഡേ ഉള്ളൂ. രണ്ട് സൈഡ് തന്നാൽ മതി. അപ്പൊ നമുക്ക് രണ്ട് സൈഡായിട്ട് എയും ബിയും തന്നിട്ടുണ്ട്. എയും ബിയും ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് എയും അല്ലെങ്കിൽ തിരിച്ചു വന്നാലും മതി. എയും ഇത് ബിയും. ഇത് ബി ആണെങ്കിൽ ഇത് ബി ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും പാരലോഗ്രാമിന്റെ. അപ്പൊ എയും ബിയും പാരലോഗ്രാമിന്റെ അഡ്ജസെന്റ് സൈഡ്സ് ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് മോഡുലസ് എ ക്രോസ് ബി ആണ്. ഈ മോഡുലസ് എ ക്രോസ് ബി എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ രണ്ടെണ്ണത്തിന്റെയും വെക്ടർ പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് എ ക്രോസ് ബി ആദ്യം നമുക്ക് ചെയ്യാം. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ 1 minus 1 3. അതായത് ഇതിന്റെ കമ്പോണൻസ് 1 minus 1 3. ഇത് 2 minus 7 1. ഓക്കെ, അപ്പം അതിന്റെ ആ കാൽക്കുലേഷൻ ഇവാലുവേറ്റ് ദ ഡിറ്റർമിനന്റ് വാല്യൂ I into minus 1 minus 21 minus j into 1 minus 6 plus k into minus 7 minus 2. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 21 minus 1 20i minus 5 into minus j, that is plus 5j minus 5k. ഇനി എ ക്രോസ് ബിയുടെ മോഡുലസ് ആണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. എ ക്രോസ് ബി ഏരിയ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് 400 പ്ലസ് 25 പ്ലസ് 25 റൂട്ട് ഓഫ് 450 ഇസ് ഈക്വൽ ടു 15 റൂട്ട്. ഇതിന്റെ കാൽക്കുലേറ്റർ ചെയ്ത് പോയിന്റ് ആക്കി എഴുതുകയോ അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് 15 ഇങ്ങ് പുറത്തെടുത്തിട്ട് 15 റൂട്ട് 2 എന്ന് എഴുതുകയോ ചെയ്യാം. 15 root 2 square units. This is the final answer.